ഫിലിം ഫീൽഡിലെ ഉയർച്ചത്താഴ്ചകളുടെയും സൗഹൃദങ്ങളുടെ അസ്ഥിരതയുടെയും കഥ പറയുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവി വളരെ സാധാരണമായൊരു ചിത്രമാണ്. എന്നാൽ ഡയറക്ടർ ബ്രില്യൻസ് കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ഈ സിനിമ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റുന്നുണ്ട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ സിനിമയിലെ പല രംഗങ്ങളിലും ഫോർവേഡ് അടിച്ചു കളയാനുള്ള ഓപ്ഷൻ തിയേറ്ററിൽ ഉണ്ടായിരുന്നുവെങ്കിലെന്ന് ഞാൻ ആശിച്ചിരുന്നു. അതൊരിക്കലും ആ സീൻ മോശമായതുകൊണ്ടല്ല, സിനിമയിലെ ചില സന്ദർഭങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലും എവിടെയൊക്കെയോ അനുഭവിച്ചിട്ടുള്ളതായി നമുക്ക് തോന്നും. വീണ്ടും അനുഭവിക്കുക എന്നത് വേദനയല്ലേ? അത് കുറച്ച് ലാഗും കൂടിയാണേ പറയും വേണ്ട. കല്യാണി പ്രിയദർശൻ ചെയ്ത കഥാപാത്രത്തിന് ഈ ഫിലിമിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നെനിക്ക് തോന്നി. ഒരുപാട് സ്റ്റാർസിൻ്റെ സാന്നിധ്യം ഈ സിനിമയിൽ ഉള്ളതുകൊണ്ട് ചുമ്മാ ഫോറം തികയ്ക്കാൻ വന്നതുപോലെ തോന്നി കല്യാണിയുടെ ക്യാരക്ടർ. ധ്യാൻ ശ്രീനിവാസിൻ്റെ അഭിനയം ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. വളരെ സീരിയസ് അല്ലെങ്കിൽ ഇമോഷണൽ രംഗങ്ങൾ ഇത്രയും നന്നായി അയാൾ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഇതോടെ ഏതു തരം രംഗങ്ങളും കൈകാര്യം ചെയ്യാൻ അയാളെ കൊണ്ട് നിസ്സാരമായി കഴിയുമെന്ന് വ്യക്തമായി. പക്ഷേ പ്രണവ് മോഹൻലാലിൻ്റെ അഭിനയം പ്രത്യേകിച്ച് വാവ് ഫീലൊന്നും തോന്നിയില്ല. പക്ഷെ അയാളുടെ ആദ്യ ഫിലിമിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. എന്തായാലും മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയായ മോഹൻലാലിൻ്റെ മകനല്ലേ, നമുക്കല്പം സാവകാശം കൊടുക്കാം അല്ലേ? അഭിനയത്തിൽ നന്നായി തെളിഞ്ഞു വരട്ടെ. പരീക്ഷിക്കാൻ മലയാള സിനിമയും മലയാളി പ്രേക്ഷകരും ഉണ്ടല്ലോ അല്ലേ? എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഒരു ആവറേജ് അഭിനയം മാത്രം കാഴ്ചവെക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തെക്കുറിച്ച് അന്യായ അഭിനയമാണെന്ന് വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ വാഴ്ത്തിപ്പാടുന്നത് എന്തിനാണെന്നാണ്. എന്തായാലും പ്രായമായ റോള് ചെയ്യാൻ പ്രണവ് കുറച്ചുകൂടി പൊളിയാണെന്ന് എനിക്ക് തോന്നി. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന സിനിമകൾ പൊതുവെ ബോറടി ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇത് അല്പം വ്യത്യസ്തത പുലർത്തി. വളരെ രസകരമായ ഓരോ സിനിമയ്ക്കും പിന്നിലെ അറിയപ്പെടാത്ത പല വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും വളരെ രസകരമായി ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ലൈംലൈറ്റിൽ സ്ഥിരമായി നിൽക്കാൻ സിനിമയിലേക്ക് വരുവാനെടുക്കുന്ന അതേ സ്ട്രഗിൾ സിനിമാ ജീവിതത്തിലുടനീളം കാണിക്കണമെന്ന് ഇതിൽ അടിവരയിട്ട് ഉറപ്പിച്ചു പറയുന്നു. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൻ്റെ അതേ കെമിസ്ട്രി പ്രണവ് ധ്യാൻ കൂട്ടുകെട്ടിനും ഉണ്ടെന്ന് കഷ്ടപ്പെട്ട് വരുത്തി തീർക്കാനുള്ള ശ്രമം ഒഴിച്ചാൽ ഈ സിനിമ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു സിംഗിൾ വാച്ചബിൾ ഫിലിം ആയാണ് എനിക്ക് തോന്നിയത്.